ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വെക്കേഷനായിട്ട് ഒരു പണിയില്ലാതെ വെളുപ്പിനായിട്ട് എൻ്റെ കോലമാണ് നിങ്ങൾ കാണുന്നത്. പുറത്ത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വെളുപ്പിനല്ലേ. മതി മതി മതി, പുറത്ത് കഴിച്ചതുണ്ടോ മതി. ഇനി ഇവിടെ ഒതുക്കലും പിടിക്കലും ഒക്കെയാണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലേ, ബുക്കെല്ലാം അടക്കി ഒതുക്കി വെക്കണം. പിന്നെ അതും പോരായിട്ട് എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഞാൻ തേച്ചെടുത്തു. എന്നാലും ഈ പൂവിലെങ്ങനെ തൂവൽ വന്ന് നമുക്ക് എന്തായാലും ഇതൊക്കെ പറിച്ച് കളയാം. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പിന്നെ വേസ്റ്റ് ആക്കണ്ട. ഈ പൊടി കണ്ടാൽ നിങ്ങൾക്കറിയാൻ പറ്റും എത്ര നാളെ ഞാൻ ഇതിലൊക്കെ തൊട്ടിട്ടെന്ന്. പരീക്ഷയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തൊട്ടതാ. പരീക്ഷ തുടങ്ങി തൊട്ടിട്ടേ ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ചായ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ വെച്ച് ചായ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ കുടിക്കുമ്പോൾ കടിക്കാൻ വേണ്ടേ. അപ്പം കുറച്ച് അച്ചപ്പം പൊടിച്ചത് കൊടുത്ത്. പിന്നെ പുറത്തുനിന്ന് ചായ കുടിക്കുന്ന ഫീല് അതൊന്ന് വേറെ തന്നെയല്ലേ. പിന്നെ ഈ കാണുന്നത് കൂവളമരമാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് ചായ കുടിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് എയറും കിട്ടും രാവിലെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ അലക്കാനിട്ട് പിന്നെ അമ്മ പുഴുങ്ങി വെച്ച മുട്ടയും കഴിച്ച് ബാക്കി ഒതുക്കലിലേക്കാൻ കിടന്നു. ഒതുക്കി ഒരു ഇതായപ്പോൾ എനിക്ക് ദാഹിച്ച്. പിന്നെ കരിക്കും വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ കരിക്കും വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് റെഡിയായി. അപ്പോൾ ഫുഡ് കഴിച്ചു. ഫുഡ് ഇടിയപ്പം മുട്ടക്കറിയാണ്. അങ്ങനെ ഒതുക്കിയെല്ലാം കഴിഞ്ഞപ്പോൾ വെള്ളം എടുത്ത് വെച്ച് പിന്നെ അരി അടുപ്പത്ത് വെച്ചു. ചോറിനല്ല, തലയിലിടാനാണ്, കുളിക്കാനേ. കുളിയെന്ന് പറഞ്ഞാൽ അങ്ങ് വെറും കുളിയൊന്നുമല്ല, മുൽത്താണി വെട്ടിയൊക്കെ മുഖത്ത് വെച്ച് കുളിക്കുന്നത്. പിന്നെ രാവിലെ കുടിച്ച കരിക്കില്ലേ, ആ കരിക്ക് പൊട്ടിച്ചിട്ട് അതിലത്തെ കാമ്പ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ മുഖത്തെ സാധനമൊന്നും മാറിയിട്ടുണ്ട്. അരി അരച്ച് മുഖത്ത് അങ്ങ് തേച്ചെന്നേ, തലയിൽ മാത്രമല്ല മുഖത്ത് നമുക്ക് തേക്കാം. അങ്ങനെ കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഞാൻ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? ഫുഡ് അടി തന്നെ. ചോറ് കഴിക്കണ്ടേ? ചോറിന് കറിയൊന്നുമില്ലെന്ന് ചോദിച്ചാൽ കറിയൊക്കെ ഉണ്ട്. ചിക്കനും പിന്നെ എന്തോ തേങ്ങ അരച്ച കറിയും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴൊരു കാര്യം വെക്കുന്നേ. അവിടെ ഒതുക്കിയ സമയത്ത് എനിക്കൊരു പഴയ ബുക്ക് കിട്ടി. പഴയതെന്ന് പറഞ്ഞാൽ അത്ര പഴയതൊന്നുമല്ല, ഞാൻ സ്പാനിഷ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ബുക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്ക് കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി. വേറൊന്നുമില്ല, ഇത് തുറന്ന് നോക്കിയിട്ട് എനിക്കൊരു സാധനം ഓർമ്മയില്ല. ഞാൻ എല്ലാം മറന്നുപോയിന്നേ. അപ്പോൾ സ്പാനിഷ് പഠനം എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ പ്ലാൻ. അങ്ങനെ ഇതും നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നത്. അപ്പോൾ തന്നെ ബുക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ പോയി. എന്തിനാണെന്നല്ലേ, പാചകത്തിനാടോ. സോ കുക്ക് വിത്ത് ഭവ്യ. എന്തുണ്ടാക്കാനാണ് വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവലോസ് ഉണ്ടാക്കാനാണ് വിളിച്ചത്. ഞാൻ വന്നപ്പോഴേക്കും അമ്മ കപ്പലാണ്ടിയും കശുവണ്ടിയും എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് തേങ്ങ വറുക്കായിട്ടേക്കുക. അങ്ങനെ തേങ്ങ വറുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നല്ലേ, അരി വറുക്കാനിടണോടോ. അതും റോസരിയാണ് കേട്ടോ. അമ്മ പറയുക, ഈ അരിയൊക്കെ അമ്മ കഴുകാതെയാണ് പണ്ട് വറുത്തിരുന്നേ ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെ ഇപ്പോൾ കഴുകാതെ വറുക്കാനാ, നിറച്ചഴുക്കല്ലേ. അത് പോട്ടെ, അരി അവിടെ അടുപ്പത്ത് കിടന്നോട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴൊരു കാര്യം വെക്കുന്നേ. അവിടെ ഒതുക്കിയ സമയത്ത് എനിക്കൊരു പഴയ ബുക്ക് കിട്ടി. പഴയതെന്ന് പറഞ്ഞാൽ അത്ര പഴയതൊന്നുമല്ല, ഞാൻ സ്പാനിഷ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ബുക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്ക് കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി. വേറൊന്നുമില്ല, ഇത് തുറന്ന് നോക്കിയിട്ട് എനിക്കൊരു സാധനം ഓർമ്മയില്ല. ഞാൻ എല്ലാം മറന്നുപോയിന്നേ. അപ്പോൾ സ്പാനിഷ് പഠനം എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ പ്ലാൻ. അങ്ങനെ ഇതും നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നത്. അപ്പോൾ തന്നെ ബുക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ പോയി. എന്തിനാണെന്നല്ലേ, പാചകത്തിനാടോ. സോ കുക്ക് വിത്ത് ഭവ്യ. എന്തുണ്ടാക്കാനാണ് വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവലോസ് ഉണ്ടാക്കാനാണ് വിളിച്ചത്. ഞാൻ വന്നപ്പോഴേക്കും അമ്മ കപ്പലാണ്ടിയും കശുവണ്ടിയും എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് തേങ്ങ വറുക്കായിട്ടേക്കുക. അങ്ങനെ തേങ്ങ വറുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നല്ലേ, അരി വറുക്കാനിടണോടോ. അതും റോസരിയാണ് കേട്ടോ. അമ്മ പറയുക, ഈ അരിയൊക്കെ അമ്മ കഴുകാതെയാണ് പണ്ട് വറുത്തിരുന്നേ ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെ ഇപ്പോൾ കഴുകാതെ വറുക്കാനാ, നിറച്ചഴുക്കല്ലേ. അത് പോട്ടെ, അരി അവിടെ അടുപ്പത്ത് കിടന്നോട്ടെ. ബാക്കി ഞങ്ങൾ വറുത്ത് വെച്ച് തേങ്ങയും എല്ലാം കൂടി എടുത്ത് അടിച്ചെടുത്ത് ഇതിവിടെ വെച്ച സമയത്തേക്കും റോസരി നല്ല റോസ് പോലെ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ലോണം ചുമന്ന്. എന്തായാലും ഇത് മതിയാവും. പിന്നെ ഇത് കടിക്കുമ്പോൾ നല്ല കറുമു എന്ന് പറഞ്ഞ സൗണ്ടാണ് കേട്ടോ. പിന്നെ എടുത്ത് കഴിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചേക്കണേ. എൻ്റെ പോലെ
പിന്നെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.